എല്ലാ കൂട്ടുകാർക്കും മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്യണം. എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരുടെ അടുത്തും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അതുപോലെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തുടക്കം ഒരു കൊച്ചു ഫ്രോക്ക് കാണിച്ചിട്ടുണ്ട്. ആ ഫ്രോക്കാണ് ഈ ഒരു ഹാൻഡ് ബാഗ് ആക്കി തീർത്തിരിക്കുന്നത്. കുറച്ച് സമയം കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഈ ഒരു മോഡൽ ബാഗ് നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പഴയ ഫ്രോക്കുകളൊന്നും ഇനി കളയേണ്ട, ഇതുപോലെ അടിപൊളിയായിട്ടുള്ള നമുക്ക് ഹാൻഡ് ബാഗ് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം തന്നെ ഈ ഫ്രോക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരു കുഞ്ഞു ഫ്രോക്കാണ് കേട്ടോ. ഇപ്പോൾ ഫ്രോക്കിൻ്റെ തുണി ഇതാ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിങ്ങനെ തയ്ക്കാൻ പറ്റത്തില്ല, ഇനി ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ആ ഫ്രോക്കിൻ്റെ വള്ളിയും കൂടെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ബാഗിൻ്റെ വള്ളിയായിട്ട് തയ്ച്ച് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ ഫ്രോക്കിൻ്റെ തുണി ഞാനിങ്ങനെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റിഫ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റിഫ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് 19 ഇഞ്ച് നീളത്തിലും പിന്നെ 14 ഇഞ്ച് വീതിയിലുമാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് നമ്മുടെ സ്റ്റിഫ് കേട്ടോ. അപ്പോൾ ഈ സ്റ്റിഫിൻ്റെ മേളിലേക്ക് ഈ ചെറിയ പീസുകൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് തയ്ച്ചെടുക്കണം. അപ്പോൾ ആ എല്ലാ പീസുകളും നമുക്ക് ഇതേപോലെ ഓരോന്നോരോന്നായിട്ട് വെച്ചിട്ട് വേണം നമ്മുടെ ആ സ്റ്റിഫിൻ്റെ അളവിൽ നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതിൽ ഞാനിങ്ങനെ ഒന്ന് ഓരോ പീസുകളും എടുത്ത് വെച്ച് കാണിക്കുകയാണ് കേട്ടോ. പിന്നെ വള്ളി ഇനി തയ്ക്കേണ്ട ആവശ്യമില്ല, വള്ളി നമുക്കുണ്ട്. അപ്പോൾ സ്റ്റിഫിൽ ആ തുണി കുറച്ച് ഞാൻ വെച്ച് ഇങ്ങനെ ജോയിൻറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് ഫുള്ളായിട്ട് ഞാൻ ആ വെച്ച് കാണിച്ച പോലെ ഇതുപോലെ എല്ലാം ഒന്ന് തയ്ച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഫ്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംബർല കട്ട് ഫ്രോക്കാണ്. അപ്പോൾ നമുക്ക് വലിയ പീസായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റിഫിൻ്റെ മേളിലേക്ക് വെച്ച് തയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ചെറിയ സ്ക്വയറായിട്ടുള്ള പീസാക്കിയത് കേട്ടോ. ഫുള്ളായിട്ട് നമ്മൾ ആ ഫ്രോക്കിൻ്റെ തുണി ആ സ്റ്റിഫിൽ വെച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ സെയിം അളവിൽ തന്നെ നമുക്ക് ലൈനിങ് വേണം കേട്ടോ. അപ്പോൾ ലൈനിങ് ഇങ്ങനെ നമ്മുടെ ആ തുണിയുടെ മേളിലേക്ക് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ 3 സൈഡ് ആദ്യം ഒന്ന് തയ്ച്ചിട്ട് അതൊന്ന് തിരിച്ചെടുത്തിട്ട് അതിന് ശേഷം പിന്നെ നമ്മൾ ആ തിരിച്ചെടുക്കുന്ന ഓപ്പൺ ആയിരിക്കുന്ന സ്ഥലം കൂടെ ഒന്ന് ക്ലോസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ആ സൈഡ് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഈ തുണിയുടെ 2 സൈഡിലായിട്ട് നമ്മളൊരു പിങ്ക് കളർ തുണി കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അത് നീളം എടുത്തിരിക്കുന്നത് 19 ഇഞ്ച് നീളവും 4.5 ഇഞ്ച് വീതിയാണ് എടുത്തിരിക്കുന്നത്. ഇതാ 4.5 ഇഞ്ച് വീതി, 19 ഇഞ്ച് നീളം. നമ്മൾ ആദ്യം എടുത്ത ആ സ്റ്റിഫിൻ്റെ അതേ നീളത്തിലാണ് എടുത്തിരിക്കുന്നത്. ഇത് ലൈനിങ് ഇട്ട് തയ്ച്ച് തിരിച്ചെടുത്തിരിക്കുന്ന തുണിയാണ് കേട്ടോ. അതിൻ്റെ താഴെ വശത്ത് ലൈനിങ് ഉണ്ട്. അപ്പോൾ അതിങ്ങനെ ഇതിൻ്റെ 2 സൈഡിലായിട്ട് വെച്ചിട്ട് ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആ തുണി 2 സൈഡിലായിട്ട് ജോയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വള്ളി ഒന്ന് പിടിപ്പിക്കണം 2 സൈഡിലായിട്ട്. ഇത് ഫ്രോക്കിൻ്റെ വള്ളിയാണ് കേട്ടോ. അത് ആ സെയിം വള്ളി തന്നെ എടുത്തിരിക്കുകയാണ്, വേറെ വള്ളി തയ്ച്ചെടുത്തിരിക്കുന്നതല്ല. ആ വള്ളി ഇതുപോലെ വെച്ചിട്ട് 2 സൈഡിലും തയ്ച്ചെടുക്കണം. ഇപ്പോൾ ഇതാ വള്ളി തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പിങ്ക് കളർ തുണി നമുക്ക് 2 സൈഡിലായിട്ട് ഓരോ പീസ് വെച്ച് കൊടുക്കാം. ഇതുപോലെ നേരെ വെച്ചിട്ട് അത് നീളത്തിൽ തയ്ക്കുക. അതിന് ശേഷം അതിൻ്റെ നല്ല വശത്തൂടെ ഒന്ന് പതിച്ചുകൂടെ തയ്ക്കണേ.
അപ്പോൾ രണ്ട് സൈഡിൽ ആ പിങ്ക് കളർ തുണി തയ്ച്ച് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ ഫ്രോക്കിൻ്റെ ബോഡി പീസ് യോക്ക് പീസ് വരുന്ന ഭാഗത്ത് ഗ്രീൻ കളർ തുണിയായിരുന്നു കേട്ടോ. അത് ഫ്രണ്ട് പോർഷനിൽ വരുന്നതാണ്. അത് ഞാൻ അഴിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ബാഗിൻ്റെ നല്ല വശത്ത് എന്ന് വെച്ചാൽ നല്ല വശത്ത് പുറത്തായിട്ടൊരു പോക്കറ്റ് പോലെ കൊടുക്കാമെന്ന് വിചാരിച്ച് നല്ല എംബ്രോയ്ഡറി ഒക്കെ ചെയ്ത തുണിയാണ് കേട്ടോ. അത് കളയാൻ തോന്നിയില്ല, അതും കൂടെ എടുത്തു നമ്മൾ. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മുടെ ബാഗ് രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് നമ്മുടെ കറക്റ്റ് സെൻറ്റർ ഭാഗം മനസ്സിലാക്കി അവിടെ ഒന്ന് ചോക്കും കൊണ്ട് അടയാളം ചെയ്തിട്ട് അത് നേരെ അങ്ങ് തയ്ച്ച് വെച്ചാൽ മതി. അത് അപ്പോൾ ഇതാ പോക്കറ്റും തയ്ച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് രണ്ടായിട്ട് നമുക്കൊന്ന് മടക്കിയിടണം കേട്ടോ. ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം നമുക്ക് ആ വള്ളി പിടിപ്പിച്ച മേൽഭാഗത്തുനിന്ന് നമുക്കൊരു 2.5 ഇഞ്ച് വെച്ച് ഒന്ന് അളവ് ചെയ്തിട്ട് അവിടെ ഒന്ന് സ്ക്വയറായിട്ട് കട്ട് ചെയ്യണം. രണ്ട് സൈഡിലും ഒരേപോലെ തന്നെ കട്ട് ചെയ്യണം കേട്ടോ. ഒരു സ്ഥലത്ത് അളവ് ചെയ്തിട്ട് അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു പീസ് അടുത്ത സ്ഥലത്തേക്ക് എടുത്ത് വെച്ചിട്ട് അവിടെ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയേ. ഇത് വള്ളി പിടിപ്പിച്ച ആ മേൽഭാഗത്താണ് നമ്മളിങ്ങനെ സ്ക്വയറായിട്ട് കട്ട് ചെയ്യുന്നത് കേട്ടോ. അവിടെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ 2 പീസ് തുണിയും കൂടെ വേണം. ലൈനിങ് തുണിയാണേ. അപ്പോൾ നമ്മൾ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത സ്ഥലത്ത് ആ ലൈനിങ് തുണി വെച്ചിട്ട് ആ സ്ക്വയർ പോലെ ഒന്ന് തയ്ക്കണം. ലൈനിങ് ചേർത്ത് തയ്ച്ചിട്ട് നീളത്തിൽ തയ്ച്ചിട്ട് ഇതുപോലെ തയ്ച്ചിട്ട് ഇതിങ്ങനെ തിരിച്ച് ഉൾഭാഗത്തേക്കാക്കണം. ബാഗിൻ്റെ ഉൾഭാഗത്തേക്കാക്കിയിട്ട് അത് പിന്നെ നേരെ തയ്ച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലൈനിങ് ഇതാ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത സ്ഥലത്ത് തയ്ച്ചിട്ട് ഉൾഭാഗത്തേക്ക് മടക്കി നേരെ തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ബാഗിൻ്റെ ഓപ്പൺ വരുന്ന ഭാഗത്ത് നമുക്ക് ഇതുപോലെ വെൽക്രോ ഉണ്ടെങ്കിൽ ചെറിയ പീസായിട്ട് 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അത് ഇതുപോലെ വെച്ചിട്ട് അതൊന്ന് തയ്ച്ചുകൊണ്ട് വരണം കേട്ടോ. അപ്പോൾ 2 സൈഡിൽ 2 എണ്ണം വെച്ച് വെച്ചിട്ടുണ്ട്. ഇതപ്പോൾ അതങ്ങനെ തയ്ച്ചിട്ടുണ്ട്. അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ആ പിങ്ക് കളർ തുണി 2 സൈഡിൽ പിടിപ്പിച്ചിട്ടുണ്ടല്ലോ, അതിങ്ങനെ ഉൾഭാഗത്തേക്ക് മടക്കണം. നല്ല വശത്തുനിന്ന് ഇതുപോലെ ഉൾഭാഗത്തുനിന്ന് മടക്കുക. 2 സൈഡും ഒരുപോലെ തന്നെ മടക്കണേ. മടക്കിയിട്ട് ആ മടക്കിയ ആ സൈഡ് വെച്ച് നല്ല വശത്തുനിന്ന് അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഒന്ന് തയ്ക്കണം. 2 സൈഡും ഒന്ന് ഇതുപോലെ മടക്കി കൊടുത്തിട്ട് ആ സൈഡിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അതാ 2 സൈഡ് അങ്ങനെ മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിങ്ങനെ രണ്ടായിട്ടൊന്ന് മടക്കുക. ഇതുപോലെ മറിച്ചിട്ടിട്ട് രണ്ടായിട്ട് ഇതുപോലെ മടക്കുക. മടക്കിയതിന് ശേഷം ഈ ബാഗിൻ്റെ 2 സൈഡും നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം. 2 സൈഡും ഒന്ന് തയ്ക്കണം. ഇതുപോലെ ഒരുപോലെ ഒപ്പം വെച്ചിട്ട് ഇതാ താഴോട്ട് ഒന്ന് തയ്ക്കണം.
ബാഗിൻ്റെ 2 സൈഡും ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ബാഗ് ഇതുപോലെ ഒന്ന് 4ആയിട്ട് മടക്കുക. 4ആയിട്ട് മടക്കിയതിന് ശേഷം നമുക്കിനി ഈ ബാഗിൻ്റെ താഴ്വശം നമുക്ക് സ്ക്വയറായിട്ട് കട്ട് ചെയ്യണം. അപ്പം സ്ക്വയറായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി അളവെടുക്കുന്നത് 2 ഇഞ്ചാണ് കേട്ടോ. 2 ഇഞ്ച് നീളം 2 ഇഞ്ച് അകലമാണ് എടുക്കുന്നത്. എന്നിട്ട് കറക്റ്റായിട്ട് അതൊരു സ്ക്വയറാക്കും. അതിന് ശേഷം അവിടെ അങ്ങ് കട്ട് ചെയ്യും കേട്ടോ. കട്ട് ചെയ്തതിന് ശേഷം അവിടെ അങ്ങ് ജോയിൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങനെ ഇതുപോലെ എടുക്കുക. ഇതുപോലെ എടുത്തു കഴിഞ്ഞതിന് ശേഷം അവിടെ ഒന്ന് ജോയിൻറ്റ് ചെയ്യണം 2 സൈഡും കേട്ടോ. അപ്പോൾ ഇതാ കുട്ടി ഫ്രോക്ക് ഇതാ അടിപൊളി ബാഗായിട്ടുണ്ട് കേട്ടോ. ഇതാ നമ്മൾ ആ പോക്കറ്റൊക്കെ പിടിപ്പിച്ച് അടിപൊളിയായിട്ടുണ്ട്. ഇതാ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് കൊണ്ടുപോകാം കേട്ടോ. ബാഗിൻ്റെ ഉള്ളിലേക്ക് വെച്ചത് ഞാൻ നൂല് വെക്കുന്ന ടിന്നാണ് കേട്ടോ. അത് വെച്ചിട്ട് ഇതാ ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ഫ്രോക്കിൻ്റെ ഒരു സാധനങ്ങളും അതിൻ്റെ കളഞ്ഞിട്ടില്ല. ഫ്രണ്ടിൽ ആ യോക്ക് പീസ് വരുന്ന ഭാഗത്തു നിന്നാണ് ആ ഫ്രണ്ടിൽ നമ്മൾ പോക്കറ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഷോ ബട്ടൺ ഉണ്ടായിരുന്നു. ആ ഷോ ബട്ടൺ പോലും നമ്മൾ കളഞ്ഞിട്ടില്ല. പിന്നെ ഫ്രോക്കിൻ്റെ നമ്മൾ വള്ളി എടുത്ത് നമ്മുടെ ബാഗിന് വള്ളിയാക്കി. ശരിക്കും പറഞ്ഞാൽ ആ ഫ്രോക്ക് ഒട്ടും തന്നെ നമ്മൾ കളഞ്ഞിട്ടില്ല. എല്ലാം നമ്മളെടുത്ത് നമ്മളിത് അടിപൊളിയായിട്ടുള്ള ബാഗ് തയ്ച്ചെടുത്തിട്ടുണ്ട്. നല്ല തുണിയാണ് കേട്ടോ ആ ഫ്രോക്കിൻ്റെ തുണി. അപ്പോൾ ഇതുപോലെ പഴയ നല്ല ഫ്രോക്കുകൾ കുട്ടികളിൽ കളയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കളയണ്ട. ഇതുപോലെ ബാഗൊന്ന് തയ്ച്ച് നോക്കും കേട്ടോ. കാശ് കൊടുത്ത് ബാഗ് മേടിക്കേണ്ട ആവശ്യമില്ല. നല്ല കിടിലൻ ബാഗ് നമുക്ക് വീട്ടിൽ തന്നെ തയ്ച്ചെടുക്കാനായിട്ട് പറ്റും. നല്ലൊരു മോഡലും കൂടെ അല്ല, കാണാൻ നല്ല ഭംഗിയുണ്ട്. അത്യാവശ്യം സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് പുറത്ത് കൊണ്ടുപോകാൻ പറ്റിയ അടിപൊളി ഒരു ബാഗാണ്. നമ്മൾ ആ പോക്കറ്റായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നതിനകത്ത് നമ്മുടെ മൊബൈൽ വേണമെങ്കിൽ വെക്കാം. പിന്നെ ഉള്ളിൽ നമുക്ക് കുറേ സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയ അടിപൊളി ഒരു ബാഗാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ഗുഡ് നൈറ്റ്.